കുറച്ച് ദിവസമായി സ്വർണ്ണ വീട്ടിലേക്ക് നിൽക്കാൻ പോയിട്ട് അപ്പോൾ ഒന്ന് കൂട്ടാൻ വേണ്ടി ഒന്ന് കോഴിക്കോട് വരെ പോയി വന്നത്. നമ്മൾ ഇറങ്ങിയത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്തല്ലേ ചോറും മീനിട്ടുള്ള, വേറെ ഒന്നും നോക്കിയില്ല. അവിടേക്ക് തന്നെ വെച്ച് പിടിച്ച് ചോറും മീനിക്ക് പോയപ്പോൾ 4 മണിയായി. നല്ല തിരക്കുണ്ട്, പക്ഷെ നമുക്ക് മീനൊന്നും കിട്ടിയില്ലടോ. അവിടെയൊക്കെ മീനൊക്കെ കഴിഞ്ഞ് ആകെ കിട്ടിയത് നമുക്ക് കക്ക റോസ്റ്റാണ്. അപ്പോൾ ഒരു നോക്കിയില്ല, ഒരു ഇല ഇട്ടിട്ട് കക്ക റോസ്റ്റ് അതിലേക്ക് വെച്ച്. പിന്നെ ചേച്ചിമാർ വന്ന് അവിടെ നിന്ന് തലയ്ക്കൊന്നും വിളമ്പലോട് വിളമ്പൽ. പിന്നെ മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ എന്താ പറയുക നമ്മുടെ ചോറും, പിന്നെ അതിൻ്റെ മേലെ മീനും കറിയും. പിന്നെ സ്വർഗം തന്നെ, ഒരു ഒറ്റ പിടുത്തം പിടിക്കില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. സ്വർണ്ണയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഫുഡ്. അപ്പോൾ അവൾ പറഞ്ഞ് അടിപൊളി ഫുഡാണ്, നമുക്ക് ഇനി ഒരിക്കൽ കൂടി വരണം, കാരണം നമുക്ക് മീനും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു 1K 2K 3K ഒക്കെ ലേക്ക് ഇതായോ. അപ്പോൾ നമുക്ക് നല്ല നല്ല അടിപൊളി ഫ്രഷ് ആവോലിയും കാര്യങ്ങളൊക്കെ മേടിച്ച് മാന്തള്, പിന്നെ കക്രോസ്റ്റ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയില്ല, കാരണം അതൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ആൾക്ക് കുറച്ച് ഒരു സങ്കടം ഉണ്ട്, സ്വർണ്ണയ്ക്ക് അത് കിട്ടാത്തതിൻ്റെ. കക്രോസ്റ്റിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് നല്ല മാന്തളും മത്തിയൊക്കെ മേടിച്ചിട്ട് വറുത്ത് തരാം. അപ്പോൾ ആ വിഷമം അങ്ങനെ തീർത്ത്. പിന്നെ ഫുഡ് പക്ക ഫുഡ് അടിപൊളി. അപ്പോൾ ഒരിക്കലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അവിടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തൊരു മണി വെച്ചിട്ടുണ്ട്, അതൊക്കെ പോയി അടിക്കുക. നമുക്ക് ഏകദേശം ഇപ്പോൾ ഫുഡ് വന്നത്, ബില്ല് വന്നത് 370. കാരണം നമ്മൾ പായസം 30 രൂപയ്ക്ക് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇലയിൽ വെക്കുന്ന പായസം അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 മണിയായി നമ്മളവിടെ എത്തുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് മീനും കിട്ടാതായി പായസം കിട്ടാതായി. അപ്പോൾ എല്ലാവരും